+1 ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ സീഗിൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് സീഗിൾ പറക്കാൻ പേടിച്ചത്? The seagull was afraid to fly because below him was the vast sea and he thought his wings would never support him and he would fall into the sea and die. സീഗിൾ പറക്കാൻ പേടിച്ചതിനുള്ള കാരണം അതിൻ്റെ താഴെ, അതായത് സീഗിളിൻ്റെ താഴെയായിട്ട് വാസ്റ്റ് സീ ആണ്, അതായത് വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു കടലായിരുന്നു. പോരാത്തതിന് ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, വിങ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നും, സീഗിളിൻ്റെ വിങ്സ് അതിനെ പറക്കാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നും, താൻ താഴെ വീണ് കടലിൽ മരിച്ചു പോകും എന്നുമായിരുന്നു സീഗിൾ പേടിച്ചത്. അതുകൊണ്ടാണ് സീഗിൾ പറക്കാത്തത്. ക്വസ്റ്റ്യൻ 2, വാട്ട് ഡിഡ് ദ പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് ഇനഫ് കറേജ് ടു ഫ്ലൈ? പറക്കാൻ ധൈര്യമില്ലാതിരുന്ന സമയത്ത് സീഗിളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പാരൻസ് എന്താണ് ചെയ്തത്? ദേ കെയിം അറൗണ്ട് കോളിംഗ് ടു ഹിം ലൗഡ്ലി. സീഗിളിന് ചുറ്റും വന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ദേ സ്കോൾഡ് ഹിം ആൻഡ് ഈവൻ ത്രെട്ടൻ ടു സ്റ്റാർവ് ഹിം. അവരവനെ എന്ത് ചെയ്തു? സ്കോൾഡ് ചെയ്തു, വഴക്ക് പറയുകയും പിന്നെ നിന്നെ വിശപ്പിനേക്ക് വിടുമെന്നും, അതായത് നിന്നെ വിശന്ന് അവിടെ കിടന്ന് മരിക്കാൻ അനുവദിക്കുമെന്നും അവർ ത്രെട്ടൻ ചെയ്തു, ഭീഷണിപ്പെടുത്തി. ക്വസ്റ്റ്യൻ 3, ഹൗ ഡിഡ് ദ പാരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗിൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ആ യങ് സീഗിളിൻ്റെ ബ്രദറിനെയും സിസ്റ്റേഴ്സിനെയും എങ്ങനെയാണ് പാരൻസ് സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തത്? ദേ ഫ്ലൂ എബൌട്ട് വിത്ത് ദം ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അവരെന്തോ ചെയ്തു? അവനോടൊപ്പം പറക്കുകയും അവരുടെ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ദേ ടോട്ട് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. വേവ്സിന് എങ്ങനെ സ്കിം ചെയ്യണമെന്നും ഫിഷിന് വേണ്ടി എങ്ങനെ ഡൈവ് ചെയ്യണമെന്നും അവർ പഠിപ്പിച്ചു കൊടുത്തു. ക്വസ്റ്റ്യൻ 4, സൈറ്റ് ആൻഡ് ഇൻസ്റ്റൻസ് വിച്ച് ഷോസ് ദ പെത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് ബേർഡ്. ആ യങ് ബേർഡിൻ്റെ പെത്തറ്റിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ മോശമായ കണ്ടീഷൻസിനെ കാണിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. When the sun was shining hot, the young bird felt the heat all the more because he had not eaten anything since yesterday night. He searched everywhere but not a scrap of food was found. He even gnawed at the dried pieces of eggshell from which he and his brothers and sisters were hatched. It was like eating a part of himself. ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 5, how did the bird try to reach its parents without having to fly? പറക്കാതെ തൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്താനാണ് ആ ബേർഡ് ശ്രമിച്ചത്? ഹി ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ എഡ്ജ് ടു ദി അതർ ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഫ്ലൈയിങ്. ഒരു എഡ്ജിൽ നിന്ന് മറ്റൊരു എഡ്ജിലേക്ക് മുന്നോട്ടും പിറകോട്ടുമായിട്ട് ചാടി തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പറക്കാതെ എത്താൻ ശ്രമിച്ചു. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് എ precipice with the sea under. അവൻ്റെ ഓരോ സൈഡിലും ലെഡ്ജിൻ്റെ ഷിയർ എൻഡ്സുകൾ കൂർത്ത താഴ്ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പോരാത്തതിന് അടിയിൽ സീയും. There was a deep wide crack between him and his parents. അവനും അവൻ്റെ പാരൻസും തമ്മിലൊരു നീണ്ട വൈഡായിട്ടുള്ളൊരു ക്രാക്ക് ഉണ്ടായിരുന്നു, ഒരു വിള്ളലുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ 6, why could the seagull not succeed in its attempt? തൻ്റെ അറ്റംപ്റ്റിൽ എന്തുകൊണ്ട് സീഗിളിന് വിജയിക്കാൻ പറ്റിയില്ല? ദ സീഗിൾ കുഡ് നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് ബിക്കോസ് ദെയർ വാസ് നത്തിങ് ടു വാക്ക് ഓൺ ദാറ്റ് വുഡ് ബ്രിങ് ഹിം ടു ഹിസ് പാരൻസ്. തൻ്റെ അറ്റംപ്റ്റിൽ പരാജയപ്പെടാൻ സീഗിളിന് കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കാനായിട്ട്, അതായത് ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് നടന്നു പോകാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എ ഡീപ് വൈഡ് ക്രാക്ക് സെപ്പറേറ്റഡ് ഹിം ഫ്രം ഹിസ് പാരൻസ് ആൻഡ് ദെയർ വാസ് നോ വേ ഫോർ ഹിം ടു റീച്ച് ദം എക്സെപ്റ്റ് ബൈ ഫ്ലൈയിങ് ടു ദം. അവനും അവൻ്റെ പാരൻസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് എന്തെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് വൈഡ് ക്രാക്ക് ആയിരുന്നു. അത് കടന്നു പോകാൻ അവന് പറക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ 7, ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗിൾസ് പാരൻസ് വേർ ക്രൂവൽ? ആ യങ് സീഗിളിൻ്റെ പാരൻസ് ക്രൂവൽ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ തന്നെ എഴുതേണ്ട ആൻസറാണ്. ഒരു സജഷൻ മാത്രമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ദേ വെർ നോട്ട് ക്രൂവൽ ബട്ട് ദേ വെർ വൈസ്. എനിക്ക് തോന്നുന്നില്ല അവർ ക്രൂവലായിരുന്നു എന്ന്, പക്ഷേ വൈസ് എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരായിരുന്നു. സീഗിളിനെ സ്വയം പറക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അവർ. ക്വസ്റ്റ്യൻ 8, ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ്? പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അവൻ്റെ ബിഹേവിയറിനെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ, വിശദീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റുമോ? ദ പാരൻസ് വെയർ റൈറ്റ് ഇൻ വാട്ട് ദേ ഡിഡ്. പാരൻസ് ചെയ്തതിൽ അവർ റൈറ്റാണ്, ശരിയാണ്. ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. കോൺഫിഡൻസും സെൽഫ് റിലയൻസും പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നതാണ്. വൺ കാൺ ഡിപ്പെൻഡ് ഓൺ ഹിസ് പാരൻസ് ഓൾ ഹിസ് ലൈഫ് ഫോർ ഹിസ് ലൈവ്ലിഹുഡ്. തൻ്റെ ജീവിതകാലം മുഴുവൻ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഹി ഷുഡ് ലേൺ ടു ഫൈൻഡ് ഫുഡ് ഫോർ ഹിംസെൽഫ്
once he reaches a certain stage of his life. ചെറുപ്രായത്തിൽ പാരൻസ് എന്ത് ചെയ്യും, അവരെ സഹായിക്കും ഭക്ഷണത്തിന് വേണ്ടി. പക്ഷെ ഒരു ജീവിതത്തിൽ ഒരു സെർട്ടൺ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായി എന്ത് ചെയ്യുക, സീകൾ ഫുഡ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വി സീ ദ മദർ പെക്കിംഗ് ആൻഡ് ഡ്രൈവിംഗ് എവേ ഹർ ചിക്സ് വൺസ് ദേ ആർ ഗ്രോൺ. മദർ ഹെൻ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവൻ്റെ കൂടെ അടുപ്പിക്കില്ല. ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യും, അവരോട് പെക്ക് ചെയ്യുകയും അവർക്ക് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയുക, ജീവിക്കാനുള്ള ഒരു ശേഷി കണ്ടെത്തി അവരെ വിടുകയാണ് ചെയ്യുന്നത്. Question 9. Your parents sometimes behave in the same manner. They may seem cruel and unrelenting. Does it mean that they do not love you? നിങ്ങളുടെ പാരൻസ് ഇതേപോലെ ചില അവസരങ്ങളിൽ സ്ത്രീകളുടെ അച്ഛനും അമ്മയും പെരുമാറിയതുപോലെ പെരുമാറുന്നുണ്ട്, ക്രൂവലായിട്ടും അൺറിലൻറ്റിംഗ് ആയിട്ടും. ഇതിനർത്ഥം അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണോ? The parents sometimes behave in this cruel and unrelenting manner to make you self-reliant. നിങ്ങളെ സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേരൻസ് ഇതേപോലെ ക്രൂവലായിട്ടും അൺറിലൻറ്റിംഗ് ആയിട്ടും നിങ്ങളോട് പെരുമാറുന്നത്. ഇറ്റ് ഡസൻറ്റ് മീൻ ദേ ഡു നോട്ട് ലവ് യു. ഇതിനർത്ഥം അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഇറ്റ് മീൻസ് ദേ ലവ് യു ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ട്രെയിൻ യു ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവാണിത്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതും നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. If they treat you as a helpless baby all the time, you will remain a helpless baby. നിങ്ങൾ എപ്പോഴും ഹെൽപ്ലെസ് ബേബി, അതായത് മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കുന്ന ഒരാളാക്കിയാണ് അവർ വളർത്തുന്നതെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആ അവസ്ഥയിലായിരിക്കും. So it is their love that forces them to be seemingly cruel and unrelenting at times. ഈ ഒരു സ്നേഹത്താലാണ് അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ക്രൂവലായിട്ടും അൺറിലൻറ്റിംഗ് ആയിട്ടും തോന്നാൻ കാരണം. Question 10. What prompted the young seagull to fly finally? അവസാനമായി അതിനെ പറക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? It was his hunger that prompted the young seagull to fly finally. അവസാനമായി അതിനെ പറക്കാൻ പ്രേരിപ്പിച്ചത് അതിൻ്റെ വിശപ്പ്, ഹങ്കറാണ്. He was very hungry and the mother would not give him the fish she had brought with her. അമ്മ തൻ്റെ കൂടെ കൊണ്ടുവന്ന മീൻ കൊടുക്കാതിരുന്ന് അതിനെന്തോന്ന് ചെയ്തു, ഹങ്കർ കാരണം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. She wanted him to fly to her to get it. അത് നേടാൻ വേണ്ടി തൻ്റെ അടുത്ത് പറന്നെത്തുക എന്നതായിരുന്നു അമ്മയ്ക്ക് അവനിൽ നിന്നും ആവശ്യമായിരുന്നത്. Question 11. Why was the young bird terrified? How did it overcome its fear? ആ യങ് ബേർഡ് എന്തുകൊണ്ടാണ് ടെറിഫൈഡ് ആയിരുന്നത്? ടെറിഫൈഡ് എന്ന് വെച്ചാൽ പേടി. എങ്ങനെയാണ് ആ പേടിയെ ഓവർകം ചെയ്തത്? The young bird dived at the fish his mother was carrying. അവൻ്റെ അമ്മ കൊണ്ടു നടന്നിരുന്ന മീനിന് വേണ്ടി എന്ത് ചെയ്തു? ആ ബേർഡ് ഡൈവ് ചെയ്തു. When he dived, he fell outwards and downwards into space. ഡൈവ് ചെയ്ത സമയത്ത് ആദ്യം ഔട്ട്വേർഡ് ആയിട്ടും പിന്നെ ഡൗൺവേർഡ് താഴേക്കുമാണ് വീഴുന്നത്. The wind rushed against his breast feathers and his stomach and wings. തൻ്റെ നെഞ്ചിലുണ്ടായിരുന്ന ചിറകുകളും പിന്നെ തൂവലുകളും സ്റ്റൊമക്കിലൂടെയും വിങ്സിലൂടെയും വിൻഡ് എന്തോ ചെയ്തു, റഷ് ചെയ്ത് പോയി. He could feel the tips of his wings cutting through the air. തൻ്റെ വിങ്സിൻ്റെ ടിപ്പ് എയറിലൂടെ കട്ട് ചെയ്യുന്നത് പോകുന്നത് അതിന് ഫീൽ ചെയ്യാമായിരുന്നു. He was not falling how? He was soaring. He thus overcame his fear. അതിനുശേഷം അവൻ ഫാളിങ്, അതായത് വീഴുകയായിരുന്നില്ല, പറക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൻ അവൻ്റെ ഫിയറിനെ ഓവർകം ചെയ്തത്. 12th question. How did the family support the seagull? എങ്ങനെയാണ് സീഗിളിൻ്റെ ഫാമിലി സീഗിളിനെ സപ്പോർട്ട് ചെയ്തത്? The mother flew past him making joyful sounds. അമ്മ അതിന് ചുറ്റും പറന്ന് സന്തോഷമുള്ള സൗണ്ടുകൾ ഉണ്ടാക്കി. His father flew over him screaming with joy. അവൻ്റെ അച്ഛൻ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് സ്ട്രീമിംഗ് വിത്ത് ജോയ്, സന്തോഷത്താൽ വിളിക്കുകയാണ്. ഹിസ് 2 brothers and sister were flying around him. അവന് എറൗണ്ട് ആയിട്ട് അവൻ എറൗണ്ട് ആയിട്ട് അവൻ്റെ 2 brothersഉം സിസ്റ്റേഴ്സും ഫ്ലൈ ചെയ്യാണ്, സോറിങ് ഡൈവിങ് ചെയ്യാണ്. ഇൻ ദിസ് വേ ദ ഫാമിലി സപ്പോർട്ടഡ് ഹിം. ഇങ്ങനെയാണ് അവൻ്റെ ഫാമിലി അവനെ സപ്പോർട്ട് ചെയ്തത്. Question 13. Why could not the young seagull stand on the green sea? ആ ഗ്രീൻ സീയിൽ എന്തുകൊണ്ട് സീഗിളിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിൽക്കാൻ സാധിച്ചില്ല? The young seagull could not stand on the green sea because the legs would go down the water. ആ ഗ്രീൻ സീയിൽ സീഗിളിന് നിൽക്കാൻ പറ്റാത്തതിനുള്ള കാരണം അതിൻ്റെ ലെഗ്സ്, അതായത് വന്ന് നിൽക്കുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് കാലുകൾ പോകുന്നു. But when his belly touched the water, he did not sink further. പക്ഷെ എപ്പോഴാണോ അതിൻ്റെ ബെല്ലി എന്ന് വെച്ചാൽ വയറിൻ്റെ ഭാഗം, പക്ഷികൾ വെള്ളത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, താറാവുകളൊക്കെ, ആ ഒരു രീതിയിൽ ഇരുന്നതിന് ശേഷം അതെന്ത് ചെയ്തില്ല, താഴോട്ട് സിങ്ക് ആയില്ല. Question 14. Do you think the bird's parents loved him? Why? ഈ ബേർഡിൻ്റെ സീഗിളിൻ്റെ പാരൻസ് അതിനെ ഇഷ്ടപ്പെട്ടിരുന്നോ, ലവ് ചെയ്തിരുന്നോ, എന്തുകൊണ്ട്? Of course, the bird's parents loved him.
ആ ബേർഡ്സിൻ്റെ പാരൻസ് അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം ഹൗ ടു ബി കറേജിയസ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ്. ധൈര്യത്തോടിരിക്കുകയും സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കുകയും അതായിരുന്നു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അവന് പഠിപ്പിച്ചു കൊടുത്തത്. ദി മദർ ഈവൻ കെയിം വിത്ത് എ പീസ് ഓഫ് ഫിഷ് ടു ടെംപ്റ്റ് ഹിം ടു അറ്റംപ്റ്റ് എ ഫ്ലൈറ്റ് ചെയ്യാൻ, അതായത് പറക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി, അവനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ഓഫ് ഫിഷുമായിട്ട് അവൻ്റെ അമ്മ പോലും വന്നു. ആൻഡ് വെൻ ഫൈനലി ഹി ഫ്ലൂ, ഓൾ ദി ഫാമിലി മെമ്പേഴ്സ് ഷൗട്ട് their joy by flying with him and making happy noises. അവസാനം അവൻ പറഞ്ഞതിന് ശേഷം അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി അവനെ ചുറ്റും പറക്കുകയും വിളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്കിനി ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡ് ആൻഡ് റെസ്പോണ്ട് ആണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Question 1. What is the theme of the story? ഈ സ്റ്റോറിയുടെ തീം എന്താണ്? The theme of the story is building confidence and self-reliance in youngsters. ചെറുപ്പക്കാരിൽ കോൺഫിഡൻസും സെൽഫ് റിലയൻസും ബിൽഡ് ചെയ്തെടുക്കുക, അതാണ് ഈ സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത്. Question 2. What do you think is the real crisis faced by the young bird? ഈ യങ് ബേർഡ് ഫേസ് ചെയ്ത യഥാർത്ഥ ക്രൈസിസ്, പ്രശ്നം എന്തായിരുന്നു? The real crisis faced by the young bird is his lack of confidence and his fear of going out of the protective shelter of his home. കോൺഫിഡൻസിൻ്റെ കുറവും തൻ്റെ പ്രൊട്ടക്റ്റീവ് ഷെൽട്ടർ, വീടെന്ന് പറയുന്ന ആ ഒരു സുരക്ഷിത വലയവും കടന്നു പോകാനുള്ള ഒരു ഫിയർ ആയിരുന്നു ഈ സ്റ്റോറിയുടെ യഥാർത്ഥ ക്രൈസിസ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ പാരൻസ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലുണ്ടായിരുന്ന പാരൻസിൻ്റെ ആ ഒരു റിയാക്ഷൻ, അത് നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ്? ദ പാരൻസ് ആർ വൈസ് ആൻഡ് ക്ലെവർ. പാരൻസ് വൈസും ക്ലെവറുമാണ്, ബുദ്ധിയുള്ളവരും നല്ല ക്ലെവറും അറിവുള്ളവരുമാണ്. ദി വാണ്ട് ദ യങ് ബേർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. ആ യങ് ബേർഡ് ഇൻഡിപെൻഡൻറ്റും സെൽഫ് റിലയൻറ്റും ആകണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ദ മദർ ബ്രിങ്സ് എ പീസ് ഓഫ് ഫിഷ് വെരി ക്ലോസ് ടു ദ യങ് ബേർഡ് ആൻഡ് ഫോഴ്സസ് ഹിം ടു ലീപ് ഫോർവേഡ് ടു ഇറ്റ്. മദർ എന്ത് ചെയ്തു? ഒരു ഫിഷിൻ്റെ എടുത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് വന്നതിന് ശേഷം അതിനെ മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ദാറ്റ് ലീപ് ഫോഴ്സസ് ഹിം ടു യൂസ് ഹിസ് വിങ്സ് ആൻഡ് ഫ്ലൈ. ആ ഒരു ചാട്ടം എന്തോന്ന് ചെയ്തു? അവനെ വിങ്സ് യൂസ് ചെയ്ത് പറക്കാൻ സഹായിച്ചു. ഇനിഷ്യലി ഹി ഈസ് ടെറിഫൈഡ് ബട്ട് സൂൺ ഹി എൻജോയ്സ് ഫ്ലൈ. തുടക്കത്തിൽ അവൻ എന്ത് ചെയ്തു? പറക്കാൻ പേടിക്കുകയും പക്ഷേ അവസാനം എത്തിയപ്പോൾ പറക്കാൻ സന്തോഷിക്കുകയും ചെയ്തു. ദ റിയാക്ഷൻ ഓഫ് ദ പാരൻസ് വാസ് ക്വൈറ്റ് അപ്രോപ്രിയേറ്റ്. പാരൻസിൻ്റെ റിയാക്ഷൻ കൃത്യമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് പറയാം. ദേ ടു ആർ ഹാപ്പി ടു സീ ദെയർ ചൈൽഡ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. തൻ്റെ ചൈൽഡ് കോൺഫിഡൻ്റ് ആകുകയും സെൽഫ് റിലയൻ്റ് ആകുകയും കാണുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ദാറ്റ് ഈസ് വൈ ദേ ഫ്ലൈ വിത്ത് ഹിം ക്രാക്ലിംഗ് ജോയസ്ലി. അതുകൊണ്ടാണ് അവർ അവനോടൊപ്പം സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങിയത്. Question 4. Identify the words and expressions used in the story to express the thoughts, attitudes, movements, sounds, emotions, appearance, descriptions of the birds or places, etc. ഈ പാഠത്തിൽ യൂസ് ചെയ്തിട്ടുള്ള തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, മൂവ്മെൻറ്റ്സ്, സൗണ്ട്സ്, ഇമോഷൻസ്, അപ്പിയറൻസസ്, പിന്നെ ബേർഡ്സിൻ്റെയും പ്ലേസസിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ്, ഇതുപോലുള്ള വേർഡുകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലേസസിനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ സ്ട്രെച്ച് ഡൗൺ ബിനീത്ത്, ദ റഫ് ഡേർട്ട് ക്രാക്ക് സ്ട്രോണസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതിയെടുക്കുക. നേരത്തെ പ്ലേസ് ആണെങ്കിൽ ഇത് ബേർഡ്സിൻ്റെതാണ്. ഹി ഹാഡ് ടേക്കൻ എ ലിറ്റിൽ റൺ ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്സ് ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് ദ കറേജ്. ഇതേപോലെ ഒരുപാടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് നോക്കിയെടുത്ത് എഴുതുക. ഓക്കെ, എല്ലാം ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ കൊടുത്തിക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡു യു തിങ്ക് സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നറേറ്റീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജ് യു ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ? ഇതേപോലുള്ള എക്സ്പ്രഷൻസും എല്ലാ കാര്യങ്ങളും ഈ നറേറ്റീവിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുകയും നിങ്ങളെ ഇതിലേക്ക് കൂടുതൽ പിടിച്ചിരുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഉണ്ടെന്ന് തന്നെ എക്സാമിന് ചോദിച്ചാൽ എഴുതണം. യെസ്, ഐ ഡു. സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നറേറ്റീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എഴുതാൻ. Question 6. What is the message of the story? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? The message of the story is that we have to be courageous, confident and self-reliant if we are to succeed in life. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നമുക്ക് കറേജിയസും കോൺഫിഡൻറ്റും സെൽഫ് റിലയൻറ്റും ആയിരിക്കണം എന്നാണ് ഈ സ്റ്റോറിയുടെ മെസ്സേജ്. തീമും മെസ്സേജും ഏകദേശം ഒരേപോലെയാണ്. Activity 2. Based on the discussion, prepare a review of the story. ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ഈ സ്റ്റോറിക്ക് ഒരു റിവ്യൂ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിവ്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരുതരം സമ്മറിയാണ് ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതേപോലെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ആക്ടിവിറ്റി 3. ട്രീ ഡയഗ്രാം. ഓക്കെ, നമ്മുടെ സീകളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ ഒരു ട്രീ ഡയഗ്രാം ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ സീകളുടെ ലൈഫ്
ഫെയിലിയറും സക്സസ്സും. ഫെയിലിയറിലുണ്ടാകാൻ കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഫിയർ, ലാക്ക് ഓഫ് കറേജ്, പേടിയും ധൈര്യമില്ലായ്മയാണ്. സക്സസ്സിനുള്ള കാരണം നീഡ്, എൻകറേജ്മെൻറ്റ്, ഡെയറിങ്, പെർസീവറൻസ്. ഇതെല്ലാമാണ് സക്സസ്സിനുള്ള കാരണം. ആവശ്യം, എൻകറേജ്മെൻറ്റ്, ഡെയറിങ്, ധൈര്യം, പെർസീവറൻസ്, ഇതൊക്കെയാണ് സ്ത്രീകളുടെ ലൈഫ് സക്സസ് ആവാനുള്ള കാര്യം. ഓക്കെ, ഒരു സൈഡിൽ ഫെയിലിയറും മറ്റേ സൈഡിൽ സക്സസ്സും ഇതേപോലെ എഴുതി വയ്ക്കുക.